നമസ്കാരം. ഇന്ത്യയോളം അമേരിക്കയ്ക്ക് പ്രധാനപ്പെട്ട മറ്റൊരു രാജ്യമില്ല എന്ന് ഇന്ത്യയിലെ US സ്ഥാനപതി സെർജിയോ ഗോർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയും US ചൊവ്വാഴ്ച മുതൽ വ്യാപാര കരാർ ചർച്ചകളുടെ അടുത്ത ഘട്ടം പുനരാരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നും അദ്ദേഹം അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സൗഹൃദം യാഥാർത്ഥ്യമാണോ എന്നും പറഞ്ഞ ഗോർ യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും കൂട്ടിച്ചേർത്തു. ട്രംപ് അടുത്ത വർഷം ഇന്ത്യ സന്ദർശിച്ചേക്കുമെന്നും ഗോർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളെ കുറിച്ച് അമേരിക്കൻ അംബാസിഡർ നടത്തിയ പരാമർശങ്ങൾ, വരാനിരിക്കുന്ന വ്യാപാര ചർച്ചകൾ, ട്രംപിന്റെ ഇന്ത്യ സന്ദർശന സാധ്യത എന്നിവ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. എന്നാൽ ഈ ബന്ധത്തെ വെറും സൗഹൃദ നയതന്ത്രത്തിന്റെ തലത്തിൽ മാത്രം കാണുന്നത് വലിയ പിഴവായിരിക്കും. ഇന്നത്തെ ഇന്ത്യ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആരുടെയും കീഴാള രാജ്യമായി നിലകൊള്ളുന്ന അവസ്ഥയിൽ നിന്ന് ഏറെ മുന്നേറിയിരുന്നു. ഇന്ത്യ അമേരിക്ക ബന്ധം ഇനി ഒരു ഏകപക്ഷീയ അധീനതയല്ല, മറിച്ച് പരസ്പര ബഹുമാനത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു തന്ത്രപരമായ പങ്കാളിത്തമാണ്. ട്രംപിന്റെ കാലഘട്ടത്തിൽ അമേരിക്ക സ്വീകരിച്ച അമേരിക്ക ഫസ്റ്റ് എന്ന നയം ലോകത്തെ അനിശ്ചിതത്വത്തിലേക്ക് തള്ളിയതാണ് യാഥാർത്ഥ്യം. വ്യാപാര യുദ്ധങ്ങൾ, ഉപരോധ രാഷ്ട്രീയങ്ങൾ, ഭീഷണിയുടെ ഭാഷ ഇവയെല്ലാം ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയുടെ ഭാഗം തന്നെയായി. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് മോദി ഇന്ത്യയുടെ നിലപാട് അതീവ വ്യക്തമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഇന്ത്യ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന രാജ്യമല്ല എന്നും സ്വന്തം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള സഹകരണമാണ് ഇന്ത്യയുടെ വിദേശ നയമെന്നും മോദി ആവർത്തിച്ച് വ്യക്തമാക്കി. US എംബസിയിലെ ദക്ഷിണ മധ്യേഷ്യയിലെ പ്രത്യേക പ്രതിനിധി കൂടിയാണ് ഗോർ. പരസ്പരം പങ്കിടുന്ന താല്പര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, ഉന്നതതലത്തിൽ ഊന്നിയ ബന്ധത്താലും ഇന്ത്യയും US ബന്ധപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥ സുഹൃത്തുക്കൾക്ക് വിയോജിക്കാം, പക്ഷെ അവസാനം അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഇന്ത്യയിലെ US സ്ഥാനപതിയായി സ്ഥാനമേറ്റ ശേഷം നടത്തിയ പ്രസംഗത്തിൽ ഗോർ പറഞ്ഞത്. ഇന്ത്യ US ബന്ധത്തിന് വ്യാപാരം വളരെ പ്രധാനമാണെങ്കിലും സുരക്ഷ, ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ, ഊർജം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മറ്റ് വളരെ പ്രധാനപ്പെട്ട മേഖലകളിലും ഇരു രാജ്യങ്ങളും അടുത്ത് സഹകരിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഗോർ വാചാലനായി. മഹത്തായ അജണ്ട പിന്തുടരാൻ താൻ ഉദ്ദേശിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പങ്കാളിത്തം അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോവുക എന്നതാണ് തന്റെ നിയമനത്തിന്റെ ലക്ഷ്യമെന്ന് ഗോർ വ്യക്തമാക്കുകയാണ്. ഇന്ത്യ US വ്യാപാര കരാറിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെ കുറിച്ച് സംസാരിക്കവേ ചർച്ചകൾ പൂർത്തിയാക്കാൻ താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഗോർ വ്യക്തമാക്കി. ഇന്ത്യ പാക് സിലിക്ക അലയൻസിൽ അംഗമായിരിക്കുമെന്നും ഗോർ അറിയിച്ചു. പാക് സിലിക്ക രാജ്യങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു പൂർണ്ണ അംഗമായി ഇന്ത്യയെ ക്ഷണിക്കുമെന്നതിൽ താൻ സന്തുഷ്ടനാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു. US നേതൃത്വത്തിലുള്ള തന്ത്രപ്രധാന സംരംഭമാണ് പാക് സിലിക്ക അലയൻസ്. സുരക്ഷിതവും പ്രതിരോധ ശേഷിയുള്ളതും നൂതനമായതുമായ ഒരു സിലിക്കൺ വിതരണ ശൃംഖല നിർമ്മിക്കാനാണ് പാക് സിലിക്ക അലയൻസ് ലക്ഷ്യമിടുന്നത്. പാക് സിലിക്ക അലയൻസ് പോലുള്ള ആശയങ്ങൾ അമേരിക്കൻ ആധിപത്യത്തിന്റെ പുതുവേഷമായി ലോകം കാണുമ്പോൾ ഇന്ത്യ അതിൽ കണ്ണടച്ചു ചേരുന്ന രാജ്യമല്ല എന്ന് മോദിയുടെ നിലപാട് തെളിയിക്കുന്നു. ഇന്ത്യക്ക് ആവശ്യമായത് സമാധാനവും വികസനവുമാണ്. ആധിപത്യ രാഷ്ട്രീയത്തിന്റെ ഉപകരണമായി മാറുക എന്നതല്ല ഇന്ത്യയുടെ നയം. അതിനാലാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ പോലും മോദി ശക്തമായ ഒരു തുല്യത നിലനിർത്തുന്നത്. ഇന്ത്യ ഇന്നൊരു ആഗോള ശക്തിയായി ഉയർന്നിരിക്കുന്നു. അത് അമേരിക്കയുടെ അനുഗ്രഹം കൊണ്ടല്ല, ഇന്ത്യയുടെ ആത്മവിശ്വാസവും സ്വതന്ത്ര നയതന്ത്രവുമാണ് ഇതിനൊക്കെ കാരണം. ഇന്ത്യ അമേരിക്ക ബന്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ട്രംപിന്റെ സന്ദർശനങ്ങളോ അംബാസഡർമാരുടെ പ്രസംഗങ്ങളോ മാത്രമല്ല, മറിച്ച് ഇന്ത്യ എടുക്കുന്ന ദൃഢമായ നിലപാടുകളാണ്. മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഇന്ന് ലോകത്തോട് പറയുന്നത് വളരെ വ്യക്തമാണ്: സഹകരിക്കും, പക്ഷേ കീഴടങ്ങില്ല. വ്യാപാര ചർച്ചകളിൽ പോലും ഇന്ത്യ തന്റെ കർഷകരെയും തൊഴിലാളികളെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കുന്ന നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത്. അത് ട്രംപിന്റെ ഏകപക്ഷീയ വ്യാപാര അജണ്ടകൾക്ക് എതിരായ ഒരു ശക്തമായ സന്ദേശമാണ്. ഇന്ത്യ അമേരിക്ക ബന്ധം ഇന്ത്യക്ക് ആവശ്യമാണ് എന്നത് 100% വാസ്തവമാണ്. എന്നാൽ അതിനെ ഇന്ത്യയുടെ ആത്മാഭിമാനം ബലിയാടാക്കാനാവില്ല. അതിന് മോദി ഒരിക്കലും തയ്യാറുമല്ല. ട്രംപിന്റെ അഹങ്കാര രാഷ്ട്രീയത്തിന് മുന്നിൽ തലകുനിയാത്ത, ലോകവേദിയിൽ ഇന്ത്യയെ ആത്മവിശ്വാസത്തോടെ നയിക്കുന്ന മോദിയുടെ നിലപാടാണ് ഇന്നത്തെ ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി.